CPI കൊല്ലം ജില്ലാ നേതൃയോഗത്തിൽ രൂക്ഷമായ വാദപ്രതിവാദം. ബിനോയ് വിശ്വം സ്ഥാനമൊഴിയണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥികളിൽ ചിലർ അധികാരം ഉപയോഗിച്ച് പണപ്പിരിവ് നടത്തിയെന്നും ആരോപണമുയർന്നു. നിലവിലെ സ്ഥിതിയിൽ മുന്നണിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടെന്നും വിമർശനമുയർന്നു. വിശദാംശങ്ങളുമായി ഷമീർ ചേരുന്നുണ്ട്. ഷമീർ, CPI ഏറ്റവും ശക്തമായ ജില്ലകളിലൊന്നാണ് കൊല്ലം. അവിടെയാണ് രൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. ആരെല്ലാമാണ് വിമർശനം ഉയർത്തിയത്? എന്താണ് വിവരങ്ങൾ? വളരെ വൈകിയാണ് ഈ ജില്ലാ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. വലിയ വാദപ്രതിവാദങ്ങൾ നേതാക്കൾ തമ്മിൽ ഉണ്ടായി. ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കന്മാർ ഈ യോഗത്തിൽ ഈ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുകയും ചെയ്തു. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ വലിയ പരാജയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന് PS സുബാൽ വിഭാഗം ആവശ്യപ്പെട്ടു. ജില്ലയിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള വിഭാഗമാണ് PS സുബാൽ. ആ PS സുബാൽ വിഭാഗമാണ് ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം ഇനി തുടരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ അതിനെതിരായുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അമ്പെ പരാജയപ്പെട്ടു. സംസ്ഥാന നേതൃത്വം കെട്ടിയിറക്കിയ പല സ്ഥാനാർത്ഥികളെയും കൊല്ലത്ത് മത്സരിപ്പിച്ചു. പാർട്ടിക്ക് ഇന്ത്യയിൽ തന്നെ വലിയ ശക്തി കേന്ദ്രമായ കൊല്ലത്ത് ദയനീയ പരാജയം നേരിടേണ്ടി വന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കഴിവുകേടും പിടിപ്പുകേടും കൊണ്ടാണെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും പരസ്യമായ അഭിപ്രായം പറഞ്ഞ KR ചന്ദ്രമോഹൻ എന്ന നേതാവിനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞ ദിവസം വളരെ വൈകി ചേർന്ന യോഗം തീരുമാനിച്ചുവെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പലരും പാർട്ടിയിൽ നിന്ന് രാജിവെക്കും, ആരും ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പല നേതാക്കളും കിഴക്കൻ മേഖലയിൽ നിന്ന് പല നേതാക്കന്മാരും ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ മത്സരിച്ച പല ആളുകളും സ്ഥാനാർത്ഥികളും സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തിയത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കി. ഒപ്പം തന്നെ വ്യക്തിത്വം പണയപ്പെടുത്തിക്കൊണ്ട് ആശയം പണയപ്പെടുത്തിക്കൊണ്ട് ഇടതുമുന്നണിയിൽ ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും ഇന്ന് ജില്ലാ കൗൺസിൽ ചേരുന്നുണ്ട്. ഈ ജില്ലാ കൗൺസിലിലും ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവിൽ ചേർന്ന് നടന്ന കാര്യങ്ങൾ ചർച്ചയാകും.